ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല. ദേശീയ സംസ്ഥാന കരാട്ടെ മത്സര വിജയികൾക്ക് ആദരവും ബെൽറ്റ് ഗ്രേഡിംഗ് ചടങ്ങും സംഘടിപ്പിച്ചു. ദേശീയ സംസ്ഥാന കരാട്ടെ മത്സര വിജയികൾക്ക് ആദരവും ബെൽറ്റ് ഗ്രേഡിംഗ് ചടങ്ങും സംഘടിപ്പിച്ചു. ജപ്പാൻ ഷോട്ടോകാൻ കരാട്ടെ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ സംസ്ഥാന കരാട്ടെ മത്സരങ്ങളിൽ സമ്മാനാർഹരായവർക്കുള്ള ആദരവും ബെൽറ്റ് ഗ്രേഡിംഗ് ചടങ്ങും നടന്നു. കൊച്ചി നഗരസഭയുടെ കപ്പലണ്ടി മുക്കിലുള്ള കലാകായിക കേന്ദ്രത്തിൽ നടന്ന പരിപാടി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി.കെ. അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ചാമ്പ്യൻഷിപ്പിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യമായ ഒരു ആയോധന കലയാണ് കരാട്ട. നമ്മളെ ഈ പുതിയ യുഗത്തിൽ നമ്മളെ യുവാക്കൾ മറ്റു മയക്കുമരുന്ന് ലഹരി വസ്തുക്കൾ കടന്നപ്പെടാതെ അവരെ ആരോഗ്യമുള്ള ഒരു ജനതയെ സൃഷ്ടിക്കുക, അല്ലെങ്കിൽ ആരോഗ്യമുള്ള ഒരു യുവാക്കളെ സൃഷ്ടിക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി ഇതിനുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് തന്നെ നമ്മുടെ ആരോഗ്യമുള്ള ജനതയാണ്. മനുഷ്യ വിഭവശേഷിയാണ് നമ്മുടെ സമ്പത്ത്. ആ മനുഷ്യ വിഭവശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ലഹരി വസ്തുക്കൾക്ക് അടിമയായി നമുക്ക് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ ആശയങ്ങളും നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ രാജ്യത്തിന് സമ്പത്താക്കി മാറ്റുവാൻ ഈ കുട്ടികൾക്കുള്ള പരിശീലനം നൽകുന്നത് കുറേ വർഷങ്ങളായി നമ്മുടെ അഷ്റഫ് സാഹിബ് ക്ലാസ് നടന്നിരുന്നാണ്ട് കുറേ വർഷമായിട്ട് നടത്താം. അതുകൊണ്ടാണ് ശരി. കായികരംഗത്തെ കൊച്ചിയിലെ യുവജനത നാടിന്റെ വാഗ്ദാനങ്ങളായി മാറുകയാണെന്നും അഭിമാനകരമായ ഈ നേട്ടങ്ങളിൽ സന്തോഷമുണ്ടെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ചീഫ് ഇൻസ്ട്രക്ടർ ഐ. അഷ്റഫ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ദ്രാവിഡ വംശജർ മുതൽ തുടങ്ങി വെച്ച കളരിപ്പയറ്റ് എന്ന് പറയുന്ന ആ കലയിൽ നിന്നും അതിൻ്റെ അവസാന ഭാഗമായ വെറും കൈ പ്രയോഗമാണ് ഇന്ന് ലോകത്തിലെ കരാത്തയായി മാറിയത്. എന്തുകൊണ്ട് അത് ഇത്രയും വലിയ വിപുലീകരിച്ചു എന്ന് ചോദിച്ചാൽ അതിനൊരു ഡാൻസ് സിസ്റ്റം കൊണ്ടുവന്നു. വൈറ്റ്, യെല്ലോ, ഓറഞ്ച്, ഗ്രീൻ, ബ്ലൂ, പർപ്പിൾ, ബ്രൗൺ, ബ്ലാക്ക് എന്നുള്ളത്. അപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ യൂണിഫോമും കാര്യങ്ങളും വന്നു. ഇവിടുന്ന് പോയ ബുദ്ധസന്യാസികൾ പഠിക്കുകയും അവരവിടെ പോയിട്ട് വെള്ളം ചേർത്തില്ല, മലയാള തനിമയാർന്ന വെറും കൈ പ്രയോഗം. ഡിവിഷൻ കൗൺസിലർ ഷീജ നവാസ്, മുൻ കൗൺസിലർ എം.എച്ച്.എം. അഷ്റഫ്, അന്തർദേശീയ ഗുസ്തി റഫറി എം.എം. സലീം, ഇൻസ്ട്രക്ടർമാരായ നിസാർ ബക്കർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കരാട്ടെ പ്രകടനവും ഉണ്ടായിരുന്നു. സലീം ഖാൻ്റെ ഗുസ്തിൻ്റെ അവിടെ ചെയ്തിട്ട് ഇപ്പോൾ ACC +2ൻ്റെ കൂടെ അവൻ ചെയ്തതിന് ACC എല്ലാവരും 2 ലക്ഷം രൂപ ഒരു വർഷം അടക്കണ്ടതിന് എൻ്റെ മോനിക്ക് 1.40 വെച്ച് അടച്ചാൽ മതി. എനിക്ക് സ്റ്റേറ്റിൽ പോയിട്ട് ഗോൾഡ് മെഡൽ കിട്ടിയത് കൊണ്ട് 1.40 വെച്ചിട്ട് ഒരു വർഷം അവനക്ക് അടച്ചാൽ മതി. എല്ലാ ന്യൂസ് ബ്യൂറോ, കൊച്ചി.